ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിൽ നേരത്തെ തൊട്ട് നമ്മൾ വോയിസ് ആയിട്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് കോപ്പിറൈറ്റിൻ്റെയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ രീതിയിൽ ഫേസ് ഇട്ട് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ വീഡിയോസിൽ ഫേസ് ഇട്ട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമായി അവരവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു നിർവാഹവും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു മാർഗം തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് എല്ലാവരുടെയും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കഥയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതുവും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം തകർക്കാനായിട്ട് മാക്സിമം തന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം രാധികാമ്മ ശ്രമിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പുള്ളിക്കാരി അങ്ങ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെയെങ്കിലും ഗീതുവിനെ ഗോവിന്ദിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളൊരു തീരുമാനവുമായിട്ട്. ഇതേ സമയത്ത് സടകുടഞ്ഞെഴുന്നേറ്റ് വന്ന് നമ്മുടെ ഗീതുവിനെ ഒരു റോൾ മോഡലാക്കിക്കൊണ്ട് പ്രിയ നല്ല അടിപൊളിയായിട്ട് തകർത്തു വാരുകയാണ് അവിടെ വീട്ടിൽ. ഭദ്രനെയും വിലാസിനിയെയും അടക്കി ഭരിച്ച് ഒന്നും അല്ലാതെ ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മയക്കി അവരെ കൊണ്ട് സകല പണികളും എടുപ്പിച്ച് അവരെ പട്ടിണി കിടത്തി അങ്ങനെ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മുടെ പ്രിയ ചെയ്യിക്കുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും നേരച്ചുവനെ കടയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മേടിച്ചൊന്നും കൊടുക്കുന്നില്ല. പ്രിയയ്ക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ പ്രിയ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വിനോദ് വഴി പ്രിയ സാധ്യമാക്കി എടുത്തിട്ട് ഇവരെ കൊണ്ട് വീട്ടുവേല മുഴുവൻ ചെയ്യിക്കുക, പട്ടിണിക്ക് തന്നെ എന്ന് പറയാം. അങ്ങനെ അവർ വീട്ടിലുള്ള കഞ്ഞിയും പയറും വെച്ചും വേവിച്ചും കഴിച്ച് വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. പറഞ്ഞു മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തെല്ലാം ചെയ്യിക്കാൻ നമ്മുടെ പ്രിയമോളിപ്പം മിടുക്കിയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കശപിശയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു. അതേ സമയത്ത് നമ്മുടെ പ്രിയയാണെങ്കിലോ നമ്മുടെ വിനോദ് ഇല്ലാത്ത സമയത്ത് തൻ്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കും. വിനോദ് ഉള്ള സമയത്ത് ഇത്രയും നല്ല മരുമകൾ, ഇത്രയും നല്ല ഭാര്യ, ഈ പൂമുഖത്ത് ഇല്ല എന്നുള്ളൊരു രീതിയിൽ ആ ഒരു ഇതിലിങ്ങനെ വരുത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ വീട് മുഴുവൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിയയുടെ കൺട്രോളിലായിക്കൊണ്ടിരിക്കുന്നു. ആക്കിയെടുത്തു പ്രിയ. അങ്ങനെ അവിടെ ആ ഒരു രീതിയിൽ അവരുടെ ജീവിതം നരകതുല്യമായി മാറുന്ന സമയത്താണ് ഗീതു പറഞ്ഞ സത്യങ്ങളെല്ലാം ഗോവിന്ദൻ്റെ മുന്നിൽ പോയി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഗീതു നേരെ മലക്കം മറിഞ്ഞ് താൻ ചെയ്തിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ പറയുന്നതും അതുപോലെ രാധികയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നതും. രാധിക ഏത് രീതിയിലാണോ കളിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ഗീതുവും കളിക്കുന്നു. പക്ഷേ രാധികയ്ക്ക് അത് പിടിക്കുന്നില്ല. ഗീതുവിന് ഇനി വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് നേരെ സ്വന്തം കുഴി തോണ്ടാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവിടെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകുന്നൊക്കെ കേട്ടിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ രാധികതേ തിരുവനന്തപുരത്തു നിന്നും പെട്ടെന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. വേറൊന്നിനും വേണ്ടിയിട്ടല്ല, വിജയലക്ഷ്മിയെ കാണാനും ഇതിനൊക്കെയുള്ള പകരം വിജയലക്ഷ്മിയോട് വീട്ടിയിട്ട് ഗീതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാനും. അങ്ങനെ അമ്മ പുതിയ പ്ലാനുമായിട്ട് ഇരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം അറിയാതെ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വരുൺ. അങ്ങനെ രാധികയുടേതായ തീരുമാനങ്ങളും രാധികയുടെ പിടിച്ചു നിൽപ്പും മക്കളുടെ മുന്നിലും അല്ലെങ്കിൽ മരുമക്കളുടെ മുന്നിലും പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു ഇതുമായിട്ട് ഇങ്ങനെ രാധിക നെട്ടോട്ട് ഓടുക. ഈ സമയത്താണ് ഗോവിന്ദ് ഗീതുവിനോട് ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഗീതുവിനെ തൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്ന് ഗോവിന്ദ് കട്ടായം പറഞ്ഞു. അമ്മയെ ഇത്രത്തോളം ബഹുമാനിക്കാതിരിക്കുകയും അമ്മയെക്കുറിച്ച് ഇത്രത്തോളം അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന ഗീതുവിന് ഇനി തനിക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം ഗോവിന്ദ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ഡിവോഴ്സ് പേപ്പറുമായിട്ട് നേരെ ഗീതുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് ഗീതുവിനോട് പറഞ്ഞു, നീ ഈ പേപ്പറിൽ ഒപ്പ് വയ്ക്കണം എന്ന്. ഈ പേപ്പറിൽ ഒപ്പ് വയ്ക്കാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാനിതിൽ ഒപ്പ് വയ്ക്കില്ലെന്ന് തന്നെ ഗീതു പറഞ്ഞു. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും നിന്നെ കൊണ്ട് ഈ പേപ്പറിൽ ഞാൻ ഒപ്പ് വെച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ നീ എന്ന വ്യക്തി ഇനി ഇല്ല. നിന്നെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് കേൾക്കുന്നതെല്ലാം എനിക്ക് അറപ്പും വെറുപ്പുമാണ്. എനിക്ക് നിന്നെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധം പിടിച്ച് ഗീതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ ഗീതു എവിടെ നിന്ന് ഒരു രക്ഷയില്ല. ഒപ്പിടില്ലെന്ന് പറഞ്ഞ് ഒപ്പിടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ ഗീതു ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഗോവിന്ദ് പരിശ്രമിക്കുന്നതൊക്കെ വെറുതെ ആയി പോവുകയാണ്. പക്ഷെ അറ്റ കൈക്ക് ഗോവിന്ദ് എന്ത് ചെയ്തു, ഗീതുവിനെ റൂമിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തി എൻ്റെ കൂടെ എൻ്റെ റൂം ഷെയർ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ ഗീതുവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഈ ഒരു കാഴ്ചയെല്ലാം വരുണും അല്ലെങ്കിൽ രാധികയും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി കണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുവാണ്. വേറൊന്നുമല്ല, പുറത്താക്കിയല്ലോ. അപ്പോൾ ഗീതു ഇന്ന് റൂമിന് പുറത്തായെങ്കിൽ നാളെ ഗീതു വീടിന് പുറത്താകും. അത് കാത്താണ് അമ്മയും മകനും ഇരിക്കുന്നത്. ആ സമയത്ത് അമ്മയും മകനും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുക. വരുണൻ നേരം ഇതൊന്നും മനസ്സിലാകാതെ വരുൺ ചോദിച്ചു, ഇവളിതെങ്ങോട്ടാ? ഗോവിന്ദേട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ വലിയ ആള് കളിച്ചിട്ട് ഇപ്പം എന്താ ഗോവിന്ദേട്ടനെ അവൾക്ക് വേണ്ടേ? അവളെന്താ റൂമിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയത് എന്നൊക്കെ ഈ പൊട്ടനായ മകൻ നിന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, എടാ മണ്ട, അവളല്ല പുറത്തു പോയത്,
അവൾ സ്വയം തോന്നി പുറത്തു പോയതല്ല, അവളെ ഗോവിന്ദ് മുറിയിൽ നിന്ന് ഇറക്കി വിട്ടതാ. ഇന്ന് അവൾ ഗോവിന്ദൻ്റെ മുറിയിൽ നിന്ന് പോയെങ്കിൽ നാളെ അവളെ ഈ അറയ്ക്കാൽ തറവാട്ടിൽ നിന്ന് ഗോവിന്ദ് തന്നെ ചവിട്ടി ഇറക്കും. നീ നോക്കിക്കോ. അതിനുള്ള പണികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, അതിനുള്ള മാർഗമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാധിക വരുണിനോട് പറയണം. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ എന്നും ചോദിച്ചുകൊണ്ട് അന്നേരം മകൻ അമ്മയോട്, നീ നോക്കിക്കോ, കൂടിപ്പോയാൽ ഒരാഴ്ച, അതിനുള്ളിൽ ഗീതുവിനെ ഇവിടെ നിന്ന് ഞാൻ കെട്ടിച്ചിരിക്കും, അതിന് യാതൊരു സംശയവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ മകനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100-ൽ 50% വിശ്വാസത്തിലെടുത്ത് അവിടെ നിൽക്കുകയാണ് വരുൺ. ഇതേ സമയത്താണ് അവിടെ നമ്മുടെ കിഷോറിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഭയങ്കര എന്തോ സംഭവമാണെന്നും ഭയങ്കര ബുദ്ധിമാനാണെന്നും ബിസിനസ് മൈൻഡ് ഉള്ളവനാണ് തൻ്റെ മരുമകനെന്നൊക്കെ പറഞ്ഞ് തലയിലെടുത്ത് വെച്ച് കൊണ്ട് നടന്ന് അയാളുടെ ജീവൻ വരെ എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് കിഷോർ കാട്ടിക്കൂട്ടി വെച്ചത്. കിഷോറിനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ക്രൈംബ്രാഞ്ചോ മറ്റാരോ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. വ്യക്തമായിട്ട് എപ്പോഴാണ് കൊണ്ടുപോയത്, എന്തിനാണ് കൊണ്ടുപോയതൊന്നും അറിയത്തില്ല. അങ്ങനെ അപർണിക കിഷോർ വരുന്നത് നോക്കിയിരിക്കുന്ന സമയത്ത് ഡാഡി ഓടി കതച്ചു വന്നു, മോളെ എല്ലാം പോയി, മോളെ എല്ലാം പോയി, കൈവിട്ട് പോയി, കിഷോർ നമ്മുടെ കൈവിട്ട് പോയി മോളെ. കിഷോറിനെ തെളിവ് സഹിതം കൈയോടെ പിടികൂടുകയും ചെയ്തു. അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനായിട്ട് കിഷോറിനെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അദ്ദേഹം ടെൻഷനാവുക. കാരണം എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ അവർ ഇത്രയും കാലം കെട്ടിപ്പടുത്ത എല്ലാം നശിച്ച് നാരായണക്കല്ല് പിടിച്ച് പോകും എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അപർണികയും ആകെ ടെൻഷനായി. അപർണിക ഇങ്ങനെ ആകെ ഭയന്ന് പേടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുക. ഏതൊരു വികാരമാണ് എടുക്കേണ്ടതെന്ന് പോലും അപർണികയ്ക്ക് അറിയില്ലാത്തൊരു കണ്ടീഷനിലൂടെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അത്രത്തോളം വേണ്ടാധീനങ്ങളാണ് ഈ പറയുന്ന കിഷോർ അതിബുദ്ധി കാരണം കാണിച്ചു വെച്ചിരിക്കുന്നത്. തന്നോളം കഴിവ് മറ്റാർക്കും ഇല്ല, താൻ ഫുൾ ഒരു ബിസിനസ് മൈൻഡുള്ള ആളാണ്, ഫുൾ ബിസിനസ്മാൻ ആണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും വലിയ ഷോ ഇറക്കിക്കൊണ്ട് നടന്നിപ്പോൾ ഏതായാലും ഈ പരുവത്തിലായി. അങ്ങനെ അപർണിക ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആടി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ആ ഗോവിന്ദായിരുന്നു. ഗോവിന്ദ് കൈ ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾ ആരോട് ചോദിക്കാനാണ് മോളെ എന്നൊക്കെ ചോദിച്ചപ്പം നമുക്ക് ഒരാളും കൂടെ സഹായത്തിനായിട്ടുണ്ടല്ലോ ഡാഡി എന്ന് പറഞ്ഞു. ആരാ മോളെ അത്? ആര് നമ്മളെ സഹായിക്കാൻ വരുമെന്ന്? ഈ ഒരു സാഹചര്യത്തിൽ ആരും നമ്മളെ സഹായിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരാൾ സഹായിക്കും, അത് ഗീതാഞ്ജലിയാണെന്നും ഗീതാഞ്ജലിയെ വിളിച്ച് നമുക്ക് ചോദിച്ചു നോക്കാമെന്നും മകള് ഡാഡിയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം ഗോവിന്ദൻ സമ്മതിക്കാത്ത ഒരു കാര്യങ്ങളും ഗീതാഞ്ജലി ചെയ്യാനുള്ള സാധ്യതകളില്ല, ആ കുട്ടി ഒരിക്കലും അതിന് സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല തുടങ്ങിയ രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഡാഡി അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട, വിഷമിക്കേണ്ട, എന്തായാലും ഗീതുവിനോടൊന്ന് സംസാരിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകള് ഡാഡിയോട് പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരവും കാര്യങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പിന്നീട് നേരം വെളുത്ത് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും മകനോട് യാത്ര പറഞ്ഞു പോവുകയാണ് രാധിക. ഞാൻ പുറപ്പെടുകയാണ്, ഫ്ലൈറ്റ് ഇത്ര മണിക്കാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ നീ ഒന്നിലും ഇടപെടരുത്, മിണ്ടാതൊരു മൂലക്കിരുന്നോളണം എന്ന് പറഞ്ഞു. കറക്റ്റ് വൈകുന്നേരം ഞാൻ തിരിച്ചിവിടെ എത്തും. ആ തിരിച്ചെത്തുന്ന സമയത്ത് ഗീതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ മാർഗങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു. വിജയലക്ഷ്മി എന്ന് പറയുന്നവളെ ഞാൻ തീർക്കും. അതുപോലെ ഗീതുവിൻ്റെ സകല ഇടപാടുകളും ഇന്നത്തോടു കൂടി എല്ലാം തീരുമെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷകളോടു കൂടിയാണ് രാധികാമ്മ പുറപ്പെടുന്നത്, മകനോട് യാത്രയും പറഞ്ഞു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ രാധിക അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു വലിയ വിപത്തിനെ കുറിച്ചൊന്നും അറിയാതെ സ്വന്തം കുഴി തോണ്ടി വിജയലക്ഷ്മിയുടെ കൺമുന്നിലേക്ക് രാധിക എത്തിപ്പെടുന്നു. അപ്പോൾ രാധിക അങ്ങനെയൊക്കെ ചെല്ലുന്ന ആ ഒരു സാഹചര്യങ്ങളും അതുപോലെ തന്നെ വിജയലക്ഷ്മി ഈ രാധികയെ കണ്ടു കഴിയുമ്പോൾ ഇനി ഏത് ആയുധമാണ് പുറത്തെടുക്കാൻ പോകുന്നത് എന്നുള്ള സാഹചര്യങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് അടുത്ത ദിവസത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.